ക്രിയാറ്റിൻ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവോ? ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ ക്രിയാറ്റിനൈന്റെ അളവ് കുറച്ച് ഹൈ ആണ്. അപ്പൊ ഞാൻ ക്രിയാറ്റിൻ കഴിക്കണതിന്റെ അളവ് കുറയ്ക്കണോ അതോ നിർത്തണോ? നിങ്ങൾ റെഗുലർ ആയിട്ട് ക്രിയാറ്റിൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഹൈ പ്രോട്ടീൻ റിച്ച് ഡയറ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയാറ്റിനൈന്റെ അളവ് കുറച്ച് ഹൈ ആയിരിക്കും. ഇനി ക്രിയാറ്റിൻ എടുക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, അയാൾ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ഡെയിലി ചെയ്യുന്ന ഒരാളാണെങ്കിലും അയാളുടെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോഴും അയാൾക്കും ക്രിയാറ്റിനിന്റെ അളവ് കുറച്ച് ഹൈ ആയിരിക്കും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്രിയാറ്റിനും ക്രിയാറ്റിനൈനും ഒന്നല്ല, അത് രണ്ടും രണ്ടാണ്. ക്രിയാറ്റിന്റെ ബൈ പ്രോഡക്റ്റ് മാത്രമാണ് ക്രിയാറ്റിനൈൻ. മെൻസിനാണെങ്കിൽ 0.7 മുതൽ 1.3 വരെയും വിമൻസിനാണെങ്കിൽ 0.6 മുതൽ 1.1 വരെയുമാണ് നോർമൽ റേഞ്ച് വരുന്നത്. ഇനി നിങ്ങളുടെ ഫാമിലിയിൽ കിഡ്നി പേഷ്യൻസോ അതോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കിഡ്നി പേഷ്യന്റോ ആണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടോ മാത്രം ക്രിയാറ്റിൻ എടുക്കുക. അപ്പൊ ക്രിയാറ്റിനും ക്രിയാറ്റിനൈനും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ മനസ്സിലായില്ലേ? വേൾഡിലെ ഏറ്റവും സേഫസ്റ്റ് സപ്ലിമെന്റ് ക്രിയാറ്റിൻ ആണ്. ഡേ ടു ഡേ റിസർച്ച് ചെയ്തത് കൊണ്ട് മാത്രം പറയുകയാണ്. അപ്പോ ക്രിയാറ്റിൻ എടുക്കുന്ന ചങ്കുകൾക്കും എടുക്കാൻ പോകുന്ന ചങ്കുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ.